ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതെ, നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനോടനുബന്ധിച്ചുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെതായിട്ടുള്ള അഭിപ്രായം, എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്താം. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. വാറ് അല്ലെങ്കിൽ അറ്റാക്ക്, വാറായിട്ടില്ല, അവർ തമ്മിലുള്ള അറ്റാക്ക്. ഇതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ഇന്ത്യ രാജ്യം നേരിട്ട ഒരു ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വാറ് പോലത്തെ ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുള്ളത്. പെഹൽഗാമിൽ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായി. ആ ആക്രമണത്തിൻ്റെ പകരം എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ ആക്രമണം. തീവ്രവാദം എന്നാണ് എൻ്റെ സബ്ജക്റ്റ്. തീവ്രവാദം അതായത് തീവ്രമായി വാദിക്കുക. തീവ്രവാദികൾ എന്നെല്ലാവരും ഇങ്ങനെ പറയും. എന്താണ് തീവ്രവാദികൾ എന്ന് ഉള്ളിൽ ആരും അങ്ങോട്ട് ചിന്തിക്കുന്നില്ല. തീവ്രവാദികൾ എന്നങ്ങോട്ട് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് തീവ്രവാദികളെ കൊല്ലണം. എന്താണ് തീവ്രവാദികൾ എന്നുള്ളത് ശരിക്ക് എത്ര ആൾക്കാർ അവരെന്താണ് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട് എന്നറിയില്ല. അവർ എന്തായാലും മരിക്കേണ്ടവരാണ്, കൊല്ലേണ്ടവരാണ്, സമൂഹത്തിന് നാശമാണ്, അത് ഒരു സംശയവുമില്ല. പക്ഷെ എന്താണ് തീവ്രവാദികൾ എന്ന് ആരും ഇതുവരെ ചിന്തിക്കുന്നില്ല. നമ്മൾക്കിടയിൽ തന്നെ ഒരുപാട് തീവ്രവാദികൾ ഉണ്ടോ? ഇല്ലേ? എൻ്റെ ഒരു ചോദ്യമാണ്. തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ലേ തീവ്രവാദികൾ? തീർച്ചയായിട്ടും നമ്മൾക്കിടയിൽ തന്നെ ഒരുപാട് തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടേതാണ് ശരി, അതായത് നമ്മുടെ മതമാണ് ഏറ്റവും ശരി, മറ്റുള്ളതൊക്കെ വളരെ തെറ്റാണ് എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മുടെ തീവ്രമായിട്ട് അതിനെതിരെ തീവ്ര ആശയം അത് മറ്റുള്ള ആൾക്കാരിൽ അടിച്ചേൽപ്പിക്കുന്ന ആളുകൾ തീവ്രവാദികളാണ്. അവരല്ലേ തീവ്രവാദികൾ? അപ്പോൾ തീവ്രവാദികൾ നമ്മൾക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു വളർന്നു വരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിപ്പിക്കേണ്ടത്, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരിക്കലും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഭയങ്കരമായ രീതിയിൽ നമ്മുടേതാണ് ശരി എന്ന രീതിയിൽ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കരുത്. എൻ്റെ അഭിപ്രായമാണ്. ചിലപ്പോൾ ഇതിന് ഒരുപാട് എതിരഭിപ്രായം ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നമ്മൾക്കിടയിൽ തന്നെ ഒരുപാട് തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇത് ഭാവിയിൽ വളരെയധികം എന്താ പറയുക, സമൂഹത്തിന് ഭയങ്കര രീതിയിലുള്ള എന്താ പറയുക, സമൂഹത്തിന് ഭയങ്കര മോശമായി ഭയങ്കര ബുദ്ധിമുട്ടായി തീരുന്ന ചിന്താഗതിയുള്ള ആൾക്കാരായിത്തീരും. അപ്പോൾ എന്തും തീവ്രമായിട്ട് വിശ്വസിക്കുമ്പോൾ അവിടെ തീവ്രവാദികൾ ഉണ്ടാവുന്നു. തീർച്ചയായും ഇന്ത്യയുടെ ഈ ഒരു സൈനിക നീക്കത്തിന് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാണ്. തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഇതല്ലാതെ അവരെ ഉന്മൂലനം ചെയ്യല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ഇനി തീവ്രവാദികൾ നമ്മൾക്കിടയിൽ തന്നെ ഇല്ലാതാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. കാരണം തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. തീവ്രമായിട്ട് നമ്മളോട് ആരെങ്കിലും ഇതുപോലെ ഏറിയ വാക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒറ്റപ്പെടുത്തണം. അങ്ങനെ ഒരിക്കലുമല്ല. എല്ലാവരും ഒരേപോലെയാണ്. എല്ലാ മതത്തിനും ഒരേ പ്രാധാന്യമുണ്ട്, എല്ലാ പ്രത്യയശാസ്ത്രത്തിനും ഒരേ പ്രാധാന്യമുണ്ട്, എല്ലാ ഐഡിയോളജിക്കും ഒരേ പ്രാധാന്യമുണ്ട്. നമ്മളുടേത് മാത്രം ഫോക്കസ് ചെയ്ത് മറ്റുള്ളവരെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. അതൊരു തീവ്രവാദത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായമാണത്. തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരുപാട് ആൾക്കാരോട് ഇടപെട്ട് ഇത്രയും രീതിയിൽ മനസ്സിലാക്കിയ എൻ്റെ ശരികളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്താഗതി സമൂഹത്തിൽ ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കുക. എല്ലാം ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. എല്ലാം ഒരേപോലെയാണ്. നമ്മൾ മാത്രമല്ല, എൻ്റെ ആശയമാണ് ശരി, നമ്മളുടെ ആശയമാണ് ശരി, മറ്റുള്ളതൊക്കെ തെറ്റാണ് എന്ന് ഭയങ്കര ഇഞ്ചക്റ്റ് ചെയ്ത രീതിയിൽ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിർത്തണം. അങ്ങനെ ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കരുത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന ഒരു തലമുറ ആ രീതിയിൽ ചിന്തിക്കാത്ത ഒരു തലമുറയായിട്ട് വാർത്തെടുക്കാൻ പറ്റുള്ളൂ.
ചിലപ്പോൾ ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ട് എനിക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരും. അത് പ്രശ്നമല്ല, കാരണം എൻ്റെതായുള്ള ഒരു ഐഡിയ, എൻ്റെതായിട്ടുള്ള ഒരു ചിന്തയാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെച്ചത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.